ഏഴാം സ്റ്റാൻഡേർഡുകാർക്ക് ജൂലൈ 28 സംപ്രേഷണം ചെയ്ത ബേസിക് സയൻസിലെ അഡീഷണൽ ആക്ടിവിറ്റി സോൾവിംഗ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ ആക്ടിവിറ്റീസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോളോഡ് ബൈ ഫാമേഴ്സ് ടു എൻഷുർ മാക്സിമം ഡൈവേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ? കൃഷിയിൽ മാക്സിമം സസ്യവൈവിധ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെത്തേഡാണ് ഫാർമേഴ്സ് കൃഷിക്കാർ ഉറപ്പാക്കുന്നത്? ഏതൊക്കെ മെത്തേഡ്സാണ് കൃഷിക്കാർ ഉറപ്പാക്കുന്നത്? അപ്പോൾ രണ്ട് മെത്തേഡ്സാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഇന്റർ ക്രോപ്പിംഗ്, PPINTERCROPPING, ഇന്റർ ക്രോപ്പിംഗ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇന്റർ ക്രോപ്പിംഗ്. രണ്ടാമത്തത് ക്രോപ്പ് റൊട്ടേഷൻ, ഇടവിള വിളപര്യയം. ഈ രണ്ട് മെത്തേഡ്സാണ് കർഷകർ ഉപയോഗപ്പെടുത്തുന്നത് പ്ലാന്റ് ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സസ്യവൈവിധ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അടുത്ത അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു ഫാർമേഴ്സ് എൻഷുർ പ്ലാന്റ് ഡൈവേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ? കൃഷിയിൽ ഈ സസ്യവൈവിധ്യം കർഷകർ കൊണ്ടുവരുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ സസ്യവൈവിധ്യം കൊണ്ടുവരുന്നത്? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വിക്ടേഴ്സ് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഞാൻ എൻ്റെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ദ ന്യൂട്രിയൻസ് പ്രൊവൈഡഡ് ബൈ വൺ കൈൻഡ് ഓഫ് പ്ലാന്റ് ഡെബ്രിസ് ഇസ് നോട്ട് ദ സെയിം സപ്ലൈഡ് ബൈ അനദർ. ഒരു സസ്യാവശിഷ്ടം നൽകുന്ന ന്യൂട്രിയൻസ് അല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത്. അതാണ് ഈ ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ മീനിങ്. ദ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ബൈ വൺ കൈൻഡ് ഓഫ് പ്ലാന്റ് ഡെബ്രിസ്. ഒരു സസ്യാവശിഷ്ടം പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നൽകുന്ന ന്യൂട്രിയൻസ് പോഷകങ്ങളല്ല, ഇറ്റ്സ് നോട്ട് സെയിം അല്ല ഏത് സപ്ലൈഡ് ബൈ അനദർ, മറ്റൊന്ന് നൽകുന്നത്. ദ മോർ ഡൈവേഴ്സ് ദ പ്ലാന്റ് ഡെബ്രിസ്, സസ്യാവശിഷ്ടങ്ങളിൽ കൂടുതൽ, ഡൈവേഴ്സ് എന്ന് വെച്ചാൽ കൂടുതൽ വൈവിധ്യം ഉണ്ടാകുമ്പോൾ ദാറ്റ് ഡീകമ്പോസസ് ഇൻ ദ സോയിൽ, അത് സോയിലിൽ കിടന്ന് ഡീകമ്പോസ് ചെയ്ത് ദ ഹയർ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഹയർ കൂടും. മനസ്സിലായോ ഈ ഒരു സെൻറ്റൻസ്? ഒരു സസ്യാവശിഷ്ടം നൽകുന്ന പോഷകമല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത്. വൈവിധ്യമാർന്ന സസ്യങ്ങളുടെ അവശിഷ്ടം എത്ര കണ്ട മണ്ണിൽ കലരുന്നുവോ അത്രയും മണ്ണിൻ്റെ ബലപുഷ്ടി വർദ്ധിക്കും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഡെപ്പോസിറ്റിംഗ് പ്ലാന്റ് ഡെബ്രിസ് ഇൻ ദ ഫീൽഡ് ആഫ്റ്റർ കൾട്ടിവേഷൻ? ഈ സസ്യാവശിഷ്ടം മണ്ണിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട്, ആഫ്റ്റർ കൾട്ടിവേഷൻ വിളവെടുപ്പിന് ശേഷം സസ്യാവശിഷ്ടം മണ്ണിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം, ബെനിഫിറ്റ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡെപ്പോസിറ്റിംഗ് പ്ലാന്റ് ഡെബ്രിസ് ഇൻ ദ ഫീൽഡ് ആഫ്റ്റർ കൾട്ടിവേഷൻ. വിളവെടുപ്പിന് ശേഷം പ്ലാന്റ് ഡെബ്രിസ് എന്ന് വെച്ചാൽ സസ്യാവശിഷ്ടങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു. എവിടെ? ഇൻ ദ ഫീൽഡ്, ആ ഫീൽഡിൽ തന്നെ, കൃഷിഭൂമിയിൽ തന്നെ. ദിസ് പ്ലാന്റ് ഡെബ്രിസ് ഡീകമ്പോസേഴ്സ്, ഈ പ്ലാന്റ് ഡെബ്രിസ് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഡീകമ്പോസ് ചെയ്യും, വിഘടിക്കുന്നു ഇൻ ടു ദ സോയിൽ, അതായത് ആ സോയിലിൽ കിടന്നത് ജീർണിക്കും, അഴുകുന്നു. ആൻഡ് ഇറ്റ് പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ സോയിൽ, അത് ആ മണ്ണിലെ മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളുടെ ഗ്രോത്തിനെ, വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ദസ് ദ സോയിൽ ബിക്കംസ് മോർ ഫെർട്ടൈൽ, അങ്ങനെ സോയിൽ കൂടുതൽ ഫെർട്ടൈൽ അല്ലെങ്കിൽ ബലഭൂഷ്ടിയുള്ളതാകുന്നു. മനസ്സിലായോ? അതിൻ്റെ മലയാളത്തിലുള്ളത് എന്താണ്? കൃഷിക്ക് ശേഷം കൃഷിഭൂമിയിൽ തന്നെ സസ്യാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നു. ഇത് സസ്യാവശിഷ്ടങ്ങൾ മണ്ണിൽ കിടന്ന് ജീർണിക്കുന്നതിനും അതിലൂടെ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മണ്ണ് കൂടുതൽ ബലഭൂയിഷ്ടമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ വി ഡു ടു റീറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ? മണ്ണിൻ്റെ ബലഭൂഷ്ടി വർദ്ധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? എന്തൊക്കെയാണ്? ഡെപ്പോസിറ്റ് പ്ലാന്റ് ഡെബ്രിസ് ഇൻ ദ ഫാം ലാൻഡ്. നമ്മുടെ ഫാം കൃഷിഭൂമിയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുക, പ്ലാന്റ് ഡെബ്രിസ്, സസ്യാവശിഷ്ടങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ്, കൾട്ടിവേഷൻ ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ, സസ്യങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുക, കൃഷി ചെയ്യുക. മൂന്നാമത്തത് ഇന്റർ ക്രോപ്പിംഗ് ആൻഡ് ക്രോപ്പ് റൊട്ടേഷൻ. നമ്മുടെ ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ മെത്തേഡും ക്രോപ്പ് റൊട്ടേഷൻ എന്ന മെത്തേഡും ഉപയോഗപ്പെടുത്തുക. അടുത്തത് മലയാളം മീഡിയംകാർക്ക്, സസ്യാവശിഷ്ടം കൃഷിഭൂമിയിൽ തന്നെ നിക്ഷേപിക്കുക. 2, പയർവർഗ്ഗ ചെടികൾ കൃഷി ചെയ്യുക എന്നുണ്ടേ, പയർവർഗ്ഗ ചെടികൾ കൃഷി ചെയ്യുക. ഇടവിള വിളപര്യയം എന്നീ മാർഗങ്ങൾ അവലംബിക്കുക. അടുത്ത ഒരു ആക്ടിവിറ്റിയാണ്, എക്സ്പ്ലെയിൻ ദ എബോവ് മെൻഷൻഡ് മെത്തേഡ്. മുകളിൽ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ 2 ഫിഗറിൽ കാണപ്പെടുന്നത് ഏത് മെത്തേഡാണ്? ഇടവിള അല്ലെങ്കിൽ ഇന്റർ ക്രോപ്പ് ആണ് ഇവിടെ കാണപ്പെടുന്നത് അല്ലേ. ഒന്നാമത്തെ ഫിഗറിൽ എന്താണ്? വാഴ നട്ടിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? തെങ്ങുണ്ട് അല്ലേ. രണ്ടാമത്തെ ഇതിൽ പൈനാപ്പിൾ കൃഷിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തെങ്ങുമുണ്ട്. പിന്നെ വച്ചേക്കുന്നത് തീറ്റപ്പുല്ലെന്ന് പറയും, അല്ലെങ്കിൽ ഫോഡർ ഗ്രാസ്, FODDER GRASS.
അടുത്ത നോക്ക് മറ്റൊന്ന് അവിടെ കൊടുത്തിട്ടുള്ള എന്താണ് വാട്ട് ഈസ് ക്രോപ്പ് റൊട്ടേഷൻ. അപ്പോൾ ക്രോപ്പ് റൊട്ടേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ അകത്ത് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളത് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് കൾട്ടിവേറ്റഡ് ബ്ലാക്ക് ഗ്രാം, പീ പ്ലാന്റ് എക്സെട്ര അറ്റ് ദ ഇൻ്റർവെൽ ഓഫ് പാഡി കൾട്ടിവേഷൻ. ഈ നെൽകൃഷിയുടെ ഇടവേളകളിൽ ബ്ലാക്ക് ഗ്രാം, പീ പ്ലാന്റ്, ബ്ലാക്ക് ഗ്രാം എന്ന് വെച്ചാൽ ഉഴുന്ന്, പീ പ്ലാന്റ് എന്ന് വെച്ചാൽ പയർ എന്നിവ കൃഷി ചെയ്യുന്നത്. രണ്ടാമത്തത് കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് അറ്റ് ദ ഇൻ്റർവെൽ ഓഫ് പ്ലാന്റെയിൻ കൾട്ടിവേഷൻ. വാഴകൃഷി, വാഴയുടെ വിളവെടുപ്പിന് ശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ്, പലതരത്തിലുള്ള വെജിറ്റബിൾസ്, പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തത് കൾട്ടിവേറ്റഡ് മസ്റ്റാർഡ് അറ്റ് ദ ഇൻ്റർവെൽ ഓഫ് മെയ്സ് കൾട്ടിവേഷൻ. നമ്മുടെ ചോളത്തിൻ്റെ വിളവെടുപ്പിന് ശേഷം മെയ്സ് കൾട്ടിവേഷൻ എന്ന് വെച്ചാൽ ചോളത്തിൻ്റെ വിളവെടുപ്പിന് ശേഷം മസ്റ്റാർഡ്, കടുക് കൃഷി ചെയ്യുന്നത്. അടുത്തത് കൾട്ടിവേറ്റഡ് ഷുഗർ കെയിൻ അറ്റ് ദ ഇൻ്റർവെൽ ഓഫ് കോട്ടൺ കൾട്ടിവേഷൻ. പരുത്തിയുടെ കൾട്ടിവേഷൻ വിളവെടുപ്പിന് ശേഷം ഷുഗർ കെയിൻ എന്ന് വെച്ചാൽ കരിമ്പ് കൃഷി ചെയ്യുന്നത്. അതാണ് ഇവിടെ മലയാളം മീഡിയത്തിൽ എഴുതിയെടുക്കുക കേട്ടോ. അടുത്തത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൾട്ടിവേറ്റിംഗ് ലെഗുമിനസ് പ്ലാന്റ്സ്. പയർവർഗ്ഗ ചെടികൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നത്? റൈസോബിയം ബാക്ടീരിയം ലിവ്സ് ഇൻ ദ റൂട്ട്സ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. ഈ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ടിൽ എന്ന് വെച്ചാൽ അതിൻ്റെ വേരുകളിൽ റൈസോബിയം എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾ താമസിക്കുന്നുണ്ട്, ഉണ്ട്. ഇറ്റ് ക്യാൻ കൺവേർട്ട് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ടു നൈട്രേറ്റ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ, അറ്റ്മോസ്ഫറിക് നൈട്രജനെ നൈട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? വെൻ ദീസ് പ്ലാന്റ്സ് ഡീക്കേ, ഈ പ്ലാന്റ്സ് ഡീക്കേ എന്ന് വെച്ചാൽ ജീർണിക്കുമ്പോൾ ദ പ്ലാന്റ് ന്യൂട്രിയൻസ്, ആ പ്ലാന്റ്സിലുള്ള സസ്യ പോഷകങ്ങൾ അല്ലേ, പ്ലാന്റ് ന്യൂട്രിയൻസ് വെച്ചാൽ ആ പ്ലാന്റ്സിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു ദ സോയിൽ. അത് സോയിലിൽ ആഡ് ചെയ്യും. അപ്പോൾ ആ സോയിലിൽ എന്തെത്തും? നൈട്രേറ്റ് എത്തും അല്ലേ. അപ്പോൾ ആ നൈട്രജൻ മറ്റുള്ള ചെടികൾക്ക് ലഭ്യമാകും. അപ്പോൾ അവിടെ അടുത്ത സെൻറ്റൻസ് ആയിട്ട് ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ടു അതർ പ്ലാന്റ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ടു അതർ പ്ലാന്റ്സ്. പയർവർഗ്ഗ സസ്യങ്ങളുടെ വേരുകളിലാണ് റൈസോബിയം എന്ന ബാക്ടീരിയ താമസിക്കുന്നത്. ഇതിന് അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാൻ കഴിയും. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷകങ്ങൾ മണ്ണിൽ ചേരുകയും മറ്റ് സസ്യങ്ങൾക്ക് അവ ലഭ്യമാവുകയും ചെയ്യും. അവിടെ അവ എന്ന് പറയുന്നത് എന്താണ്? നൈട്രേറ്റാണ്, നൈട്രജൻ കേട്ടോ. ടിഷ്യൂ കൾച്ചറിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ദ ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ക്യാൻ ബി ഗ്രോൺ ഇൻ എ ഷോർട്ട് ടൈം. പുതിയ തൈച്ചെടികൾ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാം. എ സ്മാൾ എമൗണ്ട് ഓഫ് പ്ലാന്റ് പാർട്ട് ഈസ് റിക്വയർഡ്. ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഒരു സസ്യത്തിൻ്റെ വളരെ ചെറിയ ഒരു പാർട്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നതിന്. ദ ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ആർ ഫ്രീ ഓഫ് വൈറസസ് ആൻഡ് ഡിസീസ്. വൈറസ് ഫ്രീയും ഡിസീസ് ഫ്രീയും രോഗപ്രതിരോധ ശേഷിയുള്ളതാണ് പുതിയ തൈച്ചെടികൾ. ദ പ്രോസസ് ക്യാൻ ബി ഡൺ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവനും, ഒരു വർഷത്തിലെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ടിഷ്യൂ കൾച്ചർ നടത്താം. മലയാളം മീഡിയംകാർക്കുള്ളത് പുതിയ ചെടികൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളർത്തിയെടുക്കാം. ഒരു ചെടിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ടിഷ്യൂ കൾച്ചറിന് ആവശ്യമുള്ളൂ. പുതിയ സസ്യങ്ങൾ രോഗപ്രതിരോധ ശേഷിയുള്ളവയാണ്. ടിഷ്യൂ കൾച്ചർ നമുക്ക് ഏത് സീസണിലും നടത്താം.